പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അജയന്റെ അപ്രതീക്ഷിതമായ മടങ്ങിവരവ് പവിത്രയ്ക്ക് കൂടുതൽ തലവേദന ആയിരിക്കുകയാണ്. ഇതോടെ എങ്ങനെയാണ് സജയനെ ഒഴിവാക്കുക എന്ന് പവിത്ര ആലോചിക്കുകയും ചെയ്യുന്നു. എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്ത് ഒഴിവാക്കിയേ അയാളുടെ പറ്റുമെന്നും ഇല്ലെങ്കിൽ അയാൾ കൂടുതൽ ശല്യം ചെയ്യും എന്നുള്ള കാര്യം പവിത്ര ഉറപ്പിക്കുകയും ചെയ്യുന്നു. ഇതേ തുടർന്ന് സജയനെ ചെന്ന് കാണുന്ന പവിത്ര ഇനിയും തന്നെ ശല്യം ചെയ്യരുത് എന്നുള്ള കാര്യം പറയുകയും തൻ്റെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായി ഒന്ന് ഒഴിഞ്ഞു തരാമോ എന്ന് ചോദിക്കുകയും ചെയ്യുന്നു. എനിക്ക് ഇനിയും ഈ കാര്യങ്ങൾ പറഞ്ഞ് മുന്നോട്ടു പോകാൻ താല്പര്യമില്ല എന്ന് അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് സജയൻ നിന്നെയും കൊണ്ടേ ഞാൻ പോകൂ എന്നുള്ള കാര്യം ഉറപ്പിച്ച് പറഞ്ഞിരിക്കുകയാണ്. മറ്റൊന്നും തൻ്റെ മനസ്സിലില്ല എന്നും നിന്നെ സ്വന്തമാക്കി തിരികെ കൊണ്ടുപോവുക എന്ന ലക്ഷ്യം മാത്രമാണ് ഇപ്പോൾ ഉള്ളത് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. ആ ലക്ഷ്യത്തിൽ നിന്ന് ഇനി എന്തൊക്കെ സംഭവിച്ചാലും പുറകോട്ട് പോകാൻ താൻ ഉദ്ദേശിക്കുന്നില്ല എന്നും അറിയിച്ചതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് പവിത്ര. എന്നാൽ ഇതേ സമയം പിങ്കിയാകട്ടെ പുതിയ അടവുകളുമായി മുന്നോട്ടു പോവുകയാണ്. ഭക്ഷണം കഴിക്കാൻ തനിക്ക് തോന്നുന്നില്ല എന്ന് വ്യക്തമാക്കുകയും ഭക്ഷണം കഴിക്കാതെ ഇരിക്കുകയും ചെയ്തതിനെ തുടർന്ന് ഈ കാര്യം അറിയുന്ന നന്ദ അവൾ ഭക്ഷണം കഴിച്ചില്ല എങ്കിൽ പ്രശ്നമുണ്ടാകുന്നത് എൻ്റെ കുഞ്ഞിനാണ്. ആ കുഞ്ഞിന് വേണ്ടി ഞാൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക തന്നെ ചെയ്യും എന്ന് വ്യക്തമാക്കി മുന്നിലേക്ക് വരികയും ചെയ്തതിനെ തുടർന്നാണ് ഗൗതം ഭക്ഷണം പിങ്കിക്ക് വാരി കൊടുക്കുന്നത് കാണാൻ ഇടയാകുന്നത്. ഇത് അപ്രതീക്ഷിതമായ തിരിച്ചടി ആയതിനെ തുടർന്ന് ഹൃദയം തകർന്നു പോയിരിക്കുകയാണ് നന്ദയുടെ. ഇതേ തുടർന്ന് ഇത് നന്ദ കണ്ടു എന്നുള്ള കാര്യം ഗൗതമും അതുപോലെ തന്നെ പിങ്കിയും തിരിച്ചറിയുന്നു. പക്ഷേ കുഞ്ഞിന് വേണ്ടിയാണ് താൻ ഇതെല്ലാം ചെയ്യുന്നത് എന്ന് നന്ദയോട് ഗൗതം പറഞ്ഞിരിക്കുകയാണ്. എന്നാൽ ഗൗതം വാരി തന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ഭക്ഷണം കഴിച്ചത് എന്ന് പിങ്കിയും പറഞ്ഞത് നന്ദയ്ക്ക് തിരിച്ചടിയാകുന്നു. ഇതിന് പിന്നിൽ ഗിരിജ തന്നെയാണ് കളിക്കുന്നത് എന്നുള്ള കാര്യം ഇതേ തുടർന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് നന്ദ. ഇതേ തുടർന്ന് പിങ്കിയുടെ അടുത്തേക്ക് ചെല്ലുന്ന ഗിരിജ കാര്യങ്ങൾ നമ്മൾ വിചാരിച്ചതുപോലെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോയാൽ അധികം വൈകാതെ തന്നെ നമുക്ക് ഉദ്ദേശിച്ച കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും. ഇനി എന്നേക്കുമായി ഗൗതം പിങ്കിയുടേതായി മാറുന്ന കാലമാണ് വരാൻ പോകുന്നത്. ഈ കുഞ്ഞ് ജനിക്കുന്നതോടെ പിങ്കിയുടെ ജീവിതം മാറി മറിയുക തന്നെ ചെയ്യും എന്നുള്ള ഉറപ്പും ഗിരിജ നൽകിയത് സന്തോഷിപ്പിച്ചിരിക്കുകയാണ് പിങ്കിയെ. എന്നാൽ അപ്രതീക്ഷിതമായ തിരിച്ചടികൾ നന്ദയുടെ സമനില തെറ്റിച്ച് തുടങ്ങുകയാണ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.